Hello friends, welcome to my channel. ഞാൻ ഇന്ന് മയോണൈസ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. മയോണൈസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഫുഡായ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒരു മെയിൻ ഐറ്റമാണ് ഈ മയോണൈസ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 2 എഗ് വൈറ്റ് വേണം. ഞാനിവിടെ എഗ് യോക്ക് റിമൂവ് ചെയ്തിട്ട് എഗ് വൈറ്റ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് വേണം. ഉപ്പ് വളരെ കുറച്ച് മതി. ഞാൻ ഈ ബൗളിൽ വീഡിയോ കാണിക്കുന്നതിനായിട്ട് കുറച്ച് കൂടുതൽ എടുത്തതാണ്. വെളുത്തുള്ളി 1 അല്ലി, ചെറുതാണെങ്കിൽ 2 അല്ലി എടുക്കാം. വെളുത്തുള്ളി ഇതിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളുത്തുള്ളി ചേർക്കുന്നത്. ഇനി ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ. ഇനി കുറച്ച് ഷുഗർ വേണം. ഞാൻ വീഡിയോ കാണിക്കുന്നതിനായിട്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. 120 ml ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. ഇനി നമ്മൾക്കിത് മിക്സ് ചെയ്ത് മയോണൈസ് റെഡിയാക്കാം. ഞാനിവിടെ മിക്സി ഉപയോഗിച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധാരണ മിക്സിയാണിത്. മിക്സിയുടെ ഈ ജാറിലേക്ക് നമുക്ക് ഈ എഗ് വൈറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 അല്ലി വെളുത്തുള്ളി ഇതിലേക്കിടാം. ഇതിലേക്ക് ഇനി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറും അതുപോലെ കുറച്ച് പുളിയും കിട്ടുന്നതിനാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി കുറച്ച് ഷുഗർ കൂടി ചേർക്കാം. ഷുഗറും അതുപോലെ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർക്കാം. അതിൻ്റെ പകുതി നമ്മൾക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പകുതി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾക്കിത് മിക്സിയിലേക്ക് വെക്കാം. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ കടുകിൻ്റെ പേസ്റ്റ് കൂടി ചേർക്കാറുണ്ട്. കടുകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കടുകിൻ്റെ പേസ്റ്റ് കൂടി ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ കടുകിൻ്റെ പേസ്റ്റ് ചേർക്കുന്നില്ല. ഇനി ഒരു 20 സെക്കൻഡ് സമയത്തേക്ക് മിക്സി ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഈ ജാർ ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള ഒലിവ് ഓയിൽ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മയോണൈസ് വളരെ ചിലവ് കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കാമെന്ന് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ സ്പീഡും അതുപോലെ എഗ് വൈറ്റിൻ്റെ ക്വാണ്ടിറ്റിയും അനുസരിച്ച് 5-6 സെക്കൻഡ് സമയം വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് വീണ്ടും മിക്സിയിലേക്ക് വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് സമയം കൂടി മിക്സി ഓൺ ചെയ്യാം. ഈ മിക്സിയുടെ ജാറിൻ്റെ പുറത്തു കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കും നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ റേറ്റ് നോക്കിയാൽ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം മയോണൈസ് വാങ്ങിച്ചാൽ നല്ല റേറ്റ് ആകും. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെയുള്ള തിക്കായിട്ടുള്ള മയോണൈസ് റെഡിയായി കഴിഞ്ഞു. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മയോണൈസ് നമ്മൾക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. സാധാരണയായി നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനും അതുപോലെ സാലഡ് ഉണ്ടാക്കുന്നതിനുമാണ് മയോണൈസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രസകരമായ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് പകർത്തിയെടുക്കാം. ഇനി നമ്മൾക്കിത് വീണ്ടും തിക്കായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾക്കിത് മിക്സിയിലേക്ക് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് കൂടി ഒന്നുകൂടി മിക്സി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും തിക്കായിട്ട് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഫുഡായ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒരു മെയിൻ ഐറ്റമാണ് ഈ മയോണൈസ്. അപ്പോൾ മയോണൈസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ചും അതുപോലെ സാലഡും എല്ലാം ഇനി നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ചിലവിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രസകരമായ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.